Start. Hello. Hello. I have a magic thingy. ഓക്കെ, അപ്പോൾ നമ്മളുടെ സമ്മർ വെക്കേഷനൊക്കെ കഴിയാറായിട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിലിരുന്ന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാട്ടിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ, സ്കൂൾക്ക് റെഡി ആയോ എന്നൊക്കെ. അപ്പോൾ നമ്മളുടെ ഇവിടെ എങ്ങനെയാണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഗ്രേഡിനും ഓരോ സപ്ലൈ ലിസ്റ്റ് അവർ തരും. അപ്പോൾ നമ്മളത് അതായത് സ്കൂളിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് വാങ്ങിച്ചു കൊടുക്കുകയാണ് പരിപാടി. അപ്പോൾ സപ്ലൈ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ക്ലാസ്സിന് വേണ്ട സാധനങ്ങളാണ് അവർ സപ്ലൈ ലിസ്റ്റിൽ ഉണ്ടാവുക. ഞാൻ വിചാരിച്ചു എന്താണ് സപ്ലൈ ലിസ്റ്റ് എന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക് നോട്ട്ബുക്ക് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. വേറെ കുറേ പരിപാടികളാണ്, ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഷാനിക്കുട്ടിൻ്റെ സാധനങ്ങൾ. അപ്പോൾ പെൻസിൽ ബോക്സ് ആണത്. ഈ പെൻസിൽ ബോക്സ്, ഈ വക സാധനങ്ങളൊക്കെ സ്കൂളിൽ അവർ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അതൊന്നും നമുക്ക് പിന്നെ തിരിച്ചു കിട്ടില്ല. ഈ സ്കൂൾ എൻഡ് ആവണ സമയത്താണ് അവർ തരിക. പിന്നെ ഇതുപോലെ ക്രയോൺസ്, ഇതെന്തായിരുന്നു, ഗ്ലൂ സ്റ്റിക്സ്, പിന്നെ പെൻസിലാണെങ്കിലും ഇത് കണ്ടോ, ഇതുപോലെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഇത്രയും ക്വാണ്ടിറ്റി അവർ വാങ്ങിച്ചു വയ്ക്കും. പിന്നെ ഇതിന്ന് എക്സ്ട്രാ അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ പറയുള്ളൂ, പക്ഷെ നമുക്ക് ഇതുവരെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സ്റ്റോറേജ് ബാഗ്സ്, പിന്നെ ആ ക്ലാസ്സിന് ആവശ്യമുള്ള ടിഷ്യൂസ്, അതൊക്കെയാണ് ഷാനിക്കുട്ടിൻ്റെ. അത് നോട്ട്ബുക്ക് ആണെങ്കിലും അവളിപ്പോൾ സെക്കൻഡ് ഗ്രേഡിലാണ് പോകുന്നത്. അപ്പോൾ 2 ടൈപ്പ് നോട്ട്ബുക്കാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെയും അതുപോലെ ഇതുപോലത്തെ ഒരു നോട്ട്. അപ്പോൾ 3 നോട്ട്ബുക്കേ അവൾക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഒരു ഫോൾഡർ. ഇതാണ് ഷാനിക്കുട്ടിൻ്റെ ലിസ്റ്റ്. ഇതാണ് ബദ്ദു ചേട്ടൻ്റെ സാധനങ്ങൾ. ബദ്ദുവിൻ്റെ സാധനങ്ങൾ പറയുമ്പോൾ ഷാനിൻ്റെ അത്രയും കൂടുതലല്ല. കണ്ടോ, ഇതൊക്കെ ഗ്ലൂ സ്റ്റിക്സിൻ്റെ സൈസൊക്കെ കുറയും. അവൻ്റെ കുറച്ചുകൂടി ചെറുതാണ്. ചെറിയ കുട്ടികൾക്ക് പറയുമ്പോൾ പിടിക്കുമ്പോൾ കുറച്ചുകൂടി തിക്കുണ്ടാവും. തിക്കുള്ള ബിഗ് ഗ്ലൂ സ്റ്റിക്സാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അവന് ക്രയോൺസ് ഒന്നുമില്ല, അതിന് പകരം പെൻസിൽസ്. പിന്നെന്താ, പിന്നെ ഇത് ജസ്റ്റ് ഫില്ലർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഓരോ പേപ്പേഴ്സായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതിൽ. പിന്നെ അവന് കുറച്ചുകൂടി നോട്ട്ബുക്കൊക്കെ എക്സ്ട്രാ വേണം. പിന്നെ ഇത് ഇൻഡെക്സ് കാർഡ്സ് ആണ്, അതായത് ഓരോ പേപ്പറായിട്ട് അവരെന്തെങ്കിലും വർക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഇത് ഈ വർഷം തൊട്ടാണ് ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എല്ലാം ടിഷ്യൂസൊക്കെയാണ് എക്സ്ട്രാ. അവർക്ക് ഒരു 3 പെട്ടി ടിഷ്യൂസ് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ ഫസ്റ്റ്, അതായത് അവൻ കിൻഡർ ഗാർഡൻ പോണ സമയത്ത് വാങ്ങിച്ചതാണ്. അച്ഛൻ്റെ ബോക്സിനൊന്നും ഒരു മാറ്റമില്ല, അതേപോലെ ഉണ്ട്. ഇപ്പോൾ 5th ഗ്രേഡായി, സ്റ്റിൽ അതേ ബോക്സാണ് അവൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സപ്ലൈ ലിസ്റ്റ്. ഇതാണ് നമ്മൾ ഒരു ഇയറിൻ്റെ ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല, പിന്നെ അതൊക്കെ അവിടെ നടന്നു പൊക്കോളും. പിന്നെ ഇവിടെ വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അതായത് സ്കൂൾ തുറക്കുന്നതിന് ഒരു 4 ദിവസം മുമ്പേ ആയിട്ട് അവരൊരു ഓപ്പൺ ഹൗസ് പറഞ്ഞിട്ടൊരു പരിപാടി വയ്ക്കും. അതായത് നമുക്ക് പാരൻസിനും കുട്ടികൾക്കും സ്കൂൾ പോയിട്ട് അവരുടെ ടീച്ചറിനെ മീറ്റ് ചെയ്യാൻ പറ്റും. ആ ദിവസമാണ് നമ്മൾ ഈ പറയുന്ന പോലെ സപ്ലൈ ലിസ്റ്റ് എല്ലാം കൊണ്ട് കൊടുക്കുക. അപ്പോൾ ടീച്ചറെ മീറ്റ് ചെയ്ത് ടീച്ചറുടെ അടുത്ത് സംസാരിക്കാം. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും അറ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോണ സമയത്ത് അതിനെക്കുറിച്ചും കൂടി കുറച്ച് കാണിച്ചു തരാം. ഇന്നാണ് ദിവസം. ഇന്നാണ് ദിവസം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ നമുക്കിനി സ്കൂൾ പോയിട്ട് കാണാം. ഇത് കണ്ടോ, ഇതെല്ലാം ഓപ്പൺ ഹൗസിനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ആൾക്കാരുടെ വണ്ടി. അതെ, നല്ല തിരക്കാണ് കേട്ടോ. അയ്യോ, അതുവരെ കൊണ്ട് നിർത്തിയിരിക്കണം. അവിടെ നിർത്താൻ പറ്റുമോ? അപ്പോൾ ഇതാണ് കുട്ടീസിൻ്റെ സ്കൂള്. ഇതവിടെ പ്രിൻസിപ്പളൊക്കെ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് സ്കൂൾ ബസ്സൊക്കെ നേരെ നിൽക്കട്ടെ. Yes, go. ഈ ഒരു ക്ലാസ് മാത്രം ഈ ഒരു കൂടാരത്തിനുള്ളിലാണ്. പുറത്ത് വേറൊരു എക്സ്റ്റേണൽ ഔട്ട് ഹൗസ്. അവിടെ മെയിൻ ബിൽഡിങ്ങിൽ സ്ഥലം തികയാത്തതുകൊണ്ട് അവർ വേറൊരു ചെറിയൊരു ഔട്ട് ഹൗസ് ഉണ്ടാക്കിയതാണ്. ഔട്ട് ഹൗസിൽ കയറി നോക്കാം. Oh yeah, email address, yeah.